അവർക്ക് കിട്ടിയ കഴിവൊക്കെ ലോകത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ രസിക്കുകയാണ്. പക്ഷെ ജീവിതം എന്ത് ചെയ്യാണ്? പരാജയപ്പെട്ടു പോവുകയാണ്. മുന്നോട്ടുള്ള ഗമനാഗമനങ്ങളുടെ പാതയിൽ അവരറിയാതെ നഷ്ടമായി മാറുകയാണ്. അവരുടെ പാതയിൽ പതിയിരിക്കുന്നതായ അപകടങ്ങൾ, അനർത്ഥങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്താണ്? അവരുടെ സൗന്ദര്യത്തിലും കഴിവിലും അവരുടെ ശക്തിയിലും പ്രശംസിച്ച് എന്തും നേടാമെന്നുള്ള ചങ്കൂറ്റത്തോടുകൂടെ അവരിൽ തന്നെ പ്രശംസിച്ചു പോകുമ്പോൾ അവരുടെ മുമ്പിൽ വലിയ പരാജയത്തിന്റെ പടുകുഴിയിൽ അവർ ചെന്ന് വീഴുന്നത് അവരറിയുന്നില്ല. പക്ഷേ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ അനുജന്മാരോട്, അനുജിത്തിമാരോട്, എൻ്റെ കുഞ്ഞുമക്കളോട് ഞാൻ പറയുന്നു, ദൈവം നമുക്ക് നൽകപ്പെട്ട ഈ ദൈവശക്തി ആർക്ക് വേണ്ടി ഉപയോഗിക്കണം? ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. കർത്താവേ, എൻ്റെ പ്രശംസ അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന ഈ ദൈവശക്തിയിൽ ഞാൻ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ പ്രശംസ എന്ന് പറയപ്പെടുന്നത് എൻ്റെ കർത്താവായി മാറണം. ഈ ദൈവ സ്നേഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ അപ്പനും അമ്മയും നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ ആഴമായി സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടാനാണ് ഞങ്ങൾ ഈ സെമിനാർ കൊണ്ട്, ഈ മീറ്റിംഗ് കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്ന് സംഖ്യയാണ് നിങ്ങൾ ഉയർത്തിയെങ്കിൽ എന്ത് ചെയ്യണം? അതുപോലെ അങ്ങോട്ട് താഴ്മയോടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ ഇരുന്നു കൊള്ളുന്നു എന്ന് പറയുന്ന പോലെ അങ്ങ് ഇരുന്നോണം. റെഡി അല്ലേ? ആരും റെഡി? അപ്പോൾ നിങ്ങൾക്ക് നമ്പർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തോ? കൈ ഉയർത്തിയോ? എല്ലാവരും കൈ ഉയർത്തിയോ? ഉയർത്തിപ്പിടിച്ചോ? നമ്പർ സെലക്ട് ചെയ്തോ? ഞാൻ സെലക്ട് ചെയ്തോട്ടെ? റെഡി? 1 2 3. 3 ഉയർത്തി എല്ലാവരും അവിടെ ഇരുന്നു. വളരെ സത്യസന്ധര ഒരു കൂട്ടുകാരനോട് ഞാൻ 3 അങ്കിളെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം തന്നെ വരുന്ന മാതൃക കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങളുടെ ശിശുക്കളെ നോക്കി 3. യെസ്, 4 ഉള്ളവരെല്ലാം ഔട്ടാവുന്നു. 4 ഉള്ളവർ ഔട്ടാവുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളത് 1 or 2. 50-50 ആണ് സാധ്യത കേട്ടോ. ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2. 1 അല്ലെങ്കിൽ 2. പഴയ പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് ഇതാ അല്ലെങ്കിൽ ഇത്. റെഡി ആണല്ലോ? സെലക്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ സെലക്ട് ചെയ്തോട്ടെ? സെലക്ട് ചെയ്തോട്ടെ? ഓൾ 1 ഔട്ട്. ബാക്കി ആരൊക്കെ ഉണ്ട്? 2 ഇത്രയും പേരല്ലേ? വീണ്ടും 1 or 2. 1 or 2. റെഡി? 1 2. യെസ്, വീണ്ടും 1 ഔട്ടാവുന്നു. എത്ര പേരുണ്ട് ഇനി? എത്ര പേരുണ്ട്? 4 പേര്. 2 3. യെസ്, 2 ഉള്ളവർ ഔട്ടാവുന്നു. 2 ഉള്ളവർ ആരൊക്കെയാ? ആരൊക്കെയാ? എല്ലാവരും ഉണ്ടായിരുന്നോ? ഉറപ്പാണോ? യെസ്. അപ്പോൾ വീണ്ടും റെഡി?
1 2 3 പേര് അല്ലേ? 3 പേര്. അപ്പൊ നിങ്ങൾക്ക് 3 ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കണം. നല്ലൊരു കൈ കൊടുത്തവർക്ക്. റെഡി 1 2 യെസ്. രണ്ടാണ്. 2 പേര് ഫൈനൽ എത്തിയിരിക്കുകയാണ്. അടുത്ത് നിങ്ങൾ 2 പേരുമാണ്. ഇതിൽ ഒരാള് വിജയിയാണ്, ഒരാൾ റണ്ണറുടെ. അപ്പൊ നിങ്ങൾ 2 മാറ്റി മാറ്റി പിടിക്കണം കേട്ടോ. ഒന്നെങ്കിൽ 2 പേരും 2 പിടിച്ചാൽ ഞാനും 2 പിടിച്ചുള്ളൂ. എല്ലാവരും കേട്ടോ. ഇത് വേണോ? ഒരാൾക്ക് ട്രോഫി കിട്ടണ്ടേ? ശരി. അപ്പം റെഡി 1 2 3. ആരായിരിക്കും? നമുക്ക് നോക്കാം. സെലക്ട് ചെയ്തോ നിങ്ങൾ? യെസ്. ഓക്കെ, എന്താ പേരെന്താ? അക്വിലാസ് അല്ലേ? എന്ത് ചെയ്യുന്നു? ഇതിനെ പഠിക്കുന്നു. +2 കഴിഞ്ഞു. എന്താണ് ഇന്നത്തെ ഗെയിമിൽ വിജയിച്ചത്? നമ്മുടെ കോൺസെൻട്രേഷൻ, പിന്നെ ഇതിന്റെ ഒരു പാറ്റേൺ. നല്ലൊരു കൈ കൊടുത്ത്. ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയും ഇതെല്ലാം എന്നെ കൊണ്ട് കഴിയത്തില്ല അല്ലേ? നമ്മൾ ഇങ്ങനെ നോക്കും. പക്ഷെ എന്താണ്, അവർ കൊടുത്ത ഓഫറാണ് അവൻ്റെ മനസ്സിരിക്കുന്നത്. അതുവരെ ഫോൺ അവർക്ക് മാറ്റി വെച്ചു. ഈ അരമണിക്കൂർ എപ്പോഴാണെന്ന് അറിയത്തില്ല. അതിനുവേണ്ടി അവൻ കാത്തിരിക്കണം. അപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ പഴത്തിനകത്ത് എന്ത് ചെയ്യണം? മരുന്ന് വെച്ച പോലെ അത് പറയുന്നതും മോനെ എടുക്കണം, മാറ്റി വയ്ക്കുന്നില്ല. എന്ത് ചെയ്യണം? മോൻ തരാം കേട്ടോ, നീ കോളം ചെയ്തോട്ടെ, മാത്രമല്ല അരമണിക്കൂർ തരാം, അല്ലെങ്കിൽ ഇത് മാത്രം കാണാൻ തരാം എന്നൊക്കെ പറഞ്ഞ് അവർ കൃത്യമായി കൊടുത്തുകൊണ്ട് തന്നെ തിരിച്ച് വാങ്ങുന്ന ഒരു ശീലം അവരിലേക്ക് ഉണ്ടാകാനായിട്ട് നിങ്ങൾ ശീലിക്കുക. ഓക്കെ, അടുത്ത് വരുന്നു വർക്ക് അഡിക്ഷൻ. ചില ആളുകളുണ്ട്, അത് അല്പം മുതിർന്നവർക്ക് എടുക്കേണ്ട ക്ലാസ് ആണെങ്കിൽ അല്ലേ, വീട്ടുകാരോട് സംസാരിക്കില്ല, വന്ന ഉടനെ വീണ്ടും ഫോണിനകത്ത് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്ത് വീട്ടുകാരോട് സംസാരിക്കാൻ പോയിരുന്നില്ല, വർക്ക് ചെയ്ത് കിടന്ന് ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വർക്ക് തുടങ്ങുന്നു. ഇത് ചെയ്ത് അതും ഒരു അഡിക്ഷനാണ്. നിങ്ങൾ അറിയാത്താണെങ്കിൽ പറയാം, അതും ഒരു അഡിക്ഷനാണ്. ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, അതിന് ഇടവേളകൾ എടുക്കുക, കുടുംബങ്ങളോട് സംസാരിക്കുക, ജോലി ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ അതൊരിക്കലും നമുക്ക് അഡിക്ഷനായിട്ട് മാറാതിരിക്കുക. ഓക്കെ, അടുത്തൊരു കാര്യമാണ് ഗാംബ്ലിംഗ് അഡിക്ഷൻ. എന്താണ്? ചൂതാട്ടം. നമ്മുടെ ഫോണിലൊക്കെ അറിയാതെ വരുന്നൊരു കാര്യമാണ് ഈ ഒരു കാര്യം. നിങ്ങൾ കേട്ട് കാണും, ചില നാൾക്ക് മുൻപ് ഒരു കൊച്ചു കുഞ്ഞ് മൊബൈലിൽ കളിച്ച് അവൻ്റെ പാരൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പോയി. സംഭവിച്ചെന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കലും മുതിർന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ഫോൺ എടുക്കും, ചില സമയത്ത് അതിനകത്തൊരു അഡ്വർടൈസ്മെൻറ്റ് വരും പോലെ അല്ലേ? നമ്മളിത് കളയാൻ എവിടെയൊക്കെ നോക്കിയാലും പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് അക്സെപ്റ്റ് എന്നുള്ളത് വലിയ അക്ഷരത്തിൽ കിടക്കും. നമ്മളറിയാതെ കൈ കൊണ്ട് അതിൽ ഗെറ്റ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ഇതേ കാണത്തുള്ളൂ. ഇൻഡു എന്നുള്ളത് അവിടെ ഒരു കോർണറിലായിരിക്കും. ചിലപ്പോൾ ഇതൊന്ന് കളയാനായിട്ടുള്ളത് അങ്ങ് കോർണറിലല്ലായിരിക്കും. പക്ഷേ ഇതായിരിക്കാം, ഇത് നിങ്ങൾ നേടുക, ഈ കാര്യമായിരിക്കും ഫ്രണ്ട്. അത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിലാണെങ്കിൽ അവർ കൈകൊണ്ട് ടച്ച് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാനും അല്ലെങ്കിൽ ഈ ഒരു ഗെയിമൊക്കെ നമ്മുടെ ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കയറാനൊക്കെ ഇടയായിത്തീരും. അത്തരത്തിലുള്ള അഡിക്ഷന് സാധ്യതയുണ്ട്. പിന്നെ ഗെയിം, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഗെയിം എന്നുള്ളത്. അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കും. ഇതെല്ലാം അഡിക്ഷനിലേക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇതെങ്ങനെ നമുക്ക് ഇത് തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും? അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ തിരിച്ചറിയാം? ഒന്നാമതായി കൂടുതൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. നമ്മൾ പോലും അറിയാതെ ഇതിനു വേണ്ടി ഇരുന്ന് സമയം ചെലവഴിക്കുക. എനിക്കറിയാവുന്നൊരു നമ്മുടെ ഒരു പരിചയക്കാരുണ്ടായിരുന്നു. ഞാൻ ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാൻ വേണ്ടി തോർത്ത് കൊടുത്ത് പോകാനിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലം വരെ പോവുകയാണ്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു 2 മണിക്കൂർ കഴിയുകയാണ്. ആ ഇരുന്ന ഇരിപ്പ് അതേ സ്ഥലത്ത് അതേ ഇത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടാ അവിടെ ഉണ്ട് ഇപ്പുറത്തോട്ട് മാറ്, വേണ്ട പോയിക്കോ, അല്ല വേണ്ട അതിക്ക്. ഇത് പറയുന്നുണ്ട്. അതേ സംസാരം ഈ ഫോൺ വെച്ച് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന PUBG എന്ന് പറയുന്ന ഗെയിം അല്ലേ? അതിനകത്ത് നിന്ന് ആയുധങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങുന്നു. കുറഞ്ഞ വില വല്ലാണോ? അല്ല. അതിനകത്ത് ഉപയോഗിക്കുന്ന തോക്കുകളും അതിനകത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയില്ല. പക്ഷേ ഇത് വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്ന സാഹചര്യം. ചുരുക്കി പറഞ്ഞാൽ സമയം നഷ്ടപ്പെടുന്ന അറിയത്തേയില്ല. അപ്പോൾ കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ ഏതൊരു കാര്യം ചെലവഴിക്കുന്നു നമ്മൾ തിരിച്ചറിയുക, നാം അറിയാതെ അതിന് അഡിക്റ്റാണ്. അടുത്തൊരു കാര്യം, അതിനുവേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറാവുക. എങ്ങനെയും പൈസ എവിടെ നിന്ന് സംഘടിപ്പിച്ചും ഫോണ് ആൾക്കാരുടെ. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇതുപോലെ മെസ്സേജ് വരും അല്ലേ, എടാ എനിക്ക് ഇന്ന പോലെ യാത്ര അത്യാവശ്യമായിട്ട് ഒരു 200 രൂപ, ഒരു 300 രൂപ, ഒരു മെസ്സേജ്. കാരണം എന്താ, ഇനിയിപ്പോൾ നാണം കെട്ടാലും വേണ്ടില്ല, എങ്ങനെ ഈ പൈസ സംഘടിപ്പിച്ച് ഇതിനകത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്ന് അതിനുവേണ്ടി റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകും. മൂന്നാമത്തെ കാര്യം, ഫ്രണ്ട്സ് സർക്കിൾ ഒഴിവാക്കും അല്ലേ? ഫ്രണ്ട്സിനെ ഒഴിവാക്കും, അല്ലെങ്കിൽ പേരൻസുമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കി പതുക്കെ അകലാൻ തുടങ്ങും. അപ്പോൾ ഓർക്കുക, എന്തോ കാര്യത്തിന് അഡിക്റ്റാണ്. അതിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കുന്നെങ്കിൽ, പൊതുവായ ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നെങ്കിൽ ഓർക്കുക,
ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രായം മുതൽ അനേക ദേവദാസന്മാർ എന്നോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. നീ എൻ്റെ സാക്ഷിയാൽ, യേശുവിൻ്റെ സാക്ഷിയാൽ നീ അനേക സ്ഥലങ്ങളിൽ കടന്നു പോകും, അനേക രാജ്യങ്ങളിൽ നീ കടന്നു പോകും. ഈ ഒരു ചിന്തയുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഞാൻ ദൈവത്തോട് കർത്താവേ, അങ്ങയുടെ ഒരു വാഗ്ദത്തം എനിക്കുണ്ടല്ലോ, അങ്ങയുടെ ഒരു വാഗ്ദത്തം എനിക്കുണ്ടല്ലോ കർത്താവേ. അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോൾ മരിച്ചുപോയാൽ ആ വാഗ്ദത്തം എങ്ങനെ പൂർത്തിയാക്കപ്പെടും? നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, യോസേഫ്. യോസേഫിന് ഒരു സ്വപ്നമുണ്ട്, ദർശനമുണ്ട്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന ഒരു സ്വപ്നം. പക്ഷെ നമുക്കറിയാം, ഈ സ്വപ്നം കിട്ടി, ദർശനം കിട്ടി, അടുത്ത ദിവസം തൊട്ട് യോസേഫ് പരാജയത്തിലേക്ക് പോവുകയാണ്. അവൻ്റെ സഹോദരന്മാർ നിന്ദിക്കുകയാണ്, പൊട്ടക്കിണറ്റി തള്ളിയിടുകയാണ്, മിഥ്യാന്യർക്ക് വിൽപ്പന ചരക്കായി പോവുകയാണ്. പക്ഷെ ഇതെല്ലാം പരാജയമാണ് യോസേഫ് ജീവിതത്തിൽ. ഏറ്റവും വലുതാ മിസ്രൈമിലെ കാരാഗ്രഹത്തിൽ ചെന്ന് കിടക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഏതൊരു മനുഷ്യൻ തകർന്നു പോകാവുന്ന നിമിഷം. പക്ഷെ യോസേഫിന് ഒരു കാര്യം വ്യക്തമായിട്ടറിയാം, എനിക്ക് സ്വപ്നം തന്നത്, എനിക്ക് ദർശനം തന്നത് എൻ്റെ മാതാപിതാക്കളോ സഹോദരങ്ങളല്ല, എൻ്റെ നാട്ടുകാരല്ല, എൻ്റെ സ്വർഗത്തിലെ വലിയവനായ ദൈവമാണെങ്കിൽ ആ സ്വപ്നത്തെ പൂർത്തീകരിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. പ്രിയരെ, ഞാൻ പറയട്ടെ, ആ കടക്കിൽ കടന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഒരു ജീവിതം മടക്കി നൽകിയ ഞാൻ യേശുവിൻ്റെ സാക്ഷി കടന്നു പോകും. കർത്താവിന് എവിടെ അയക്കുന്നു അവിടെ ഞാൻ കർത്താവിൻ്റെ സാക്ഷി കടന്നു പോകും. കുട്ടികളുടെ പേരാണ്. അപ്പൊ നമ്മളിതാ കൂട്ടുകാരെ വിളിക്കാൻ പോവാണ്. റെഡിയാണോ? ഒന്ന് വിളിച്ചു നോക്കി, ഒന്ന് വിളിച്ചു നോക്കിയേ. അപ്പൊ നമ്മൾ പേര് തെറ്റിപ്പോരുതേ. ഓക്കെ, നമ്മൾ വിളിക്കാൻ പോവാണ്. വിളിക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും സൂസി കൊണ്ട് എഴുതിയിട്ട് വരരുതേ. ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ വിളിക്കാൻ പോവാണ്. അയ്യോ, പറയാൻ പറഞ്ഞു, സൂസിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വെറുതെ വിളിച്ച വരത്തിലൊരു പാട്ടിലൂടെ വിളിക്കണം. റെഡിയല്ലേ? അപ്പൊ ഒന്ന് വിളിച്ചേ. പാടാൻ റെഡിയാണോ? തൊണ്ടശ്ശേരിക്ക് പഠിക്കേ. സ്വീറ്റ് ആയിട്ട് പാടണം. ശ്രീ താളം എല്ലാം ചേർത്ത് പറഞ്ഞോളൂ. ചിരിക്കത്തായിട്ട് എത്ര സൂപ്പറാക്കി അടിപൊളി. ഇത് പഠിക്കേ. അതേ പിച്ചില് എത്ര മനോഹരമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. സൂപ്പറായിട്ട് കേട്ടോ. സുസി വാവായോ മോളെ, സുസി വാവായോ. ഇത് പഠിക്കേ. ശരിക്കും പഠിക്കേ. സുസി വാവായോ. സൺഡേ സ്കൂളിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടത്തോ പാടുക. എന്തോ പഠിക്കും 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 ശരിക്കും പഠിക്കും. എങ്ങനെ? സുസി വാവായോ മോളെ, സുസി വാവായോ. ഒക്കെ പഠിക്കേ. റെഡിയാണല്ലോ? എല്ലാവരും കണ്ണൊക്കെ അടച്ചിരുന്നിട്ട് ഇങ്ങനെ ഇടത്തേക്ക് വലത്തേക്ക് ഇങ്ങനെ ഉയർത്തിക്കേ. ചെടി ഉയർത്തി, അതാണ് വലത്തേക്ക് ഇങ്ങനെ ഉയർത്തിക്കേ. ശരി. അപ്പൊ എല്ലാ കൂട്ടുകാരും കണ്ണടച്ച്, കണ്ണടച്ചോ, കൃത്യമായിട്ട് അടച്ചോ, എല്ലാവരും കണ്ണടച്ചോ. അങ്ങനെയെങ്കിൽ ഇത് എത്രയാണ്? എത്രയാണ്? ഓ, നിങ്ങൾ കണ്ണടച്ചാൽ കാണാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതുകൊണ്ടായിരുന്നു അല്ലേ? കണ്ണടച്ചോ? 5. ശരിക്കും കണ്ണടച്ചോ? ഒന്നടച്ച്. ഇത് എത്രയാണ്? 11. അത് നേര് കണ്ടിട്ട് നോക്കിയപ്പോ 1 11 നോക്കി. പാട്ട് നിർത്തരുത്, സൂസി തിരിച്ചു പോകും കേട്ടോ. നല്ലപോലെ പാടണം. സൂസി വായോ മോളെ, പാട്ട് നിർത്തരുതേ. കലവിലെ കൂട്ടി പാടരുതേ, നല്ല ഈണത്തിലെ താളത്തിലെ. സൂസി വായോ മോളെ. കണ്ണു തുറന്നേ, ഒന്ന് വിളിച്ച്.
ഇങ്ങോട്ട് വിളിച്ചേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. ഇപ്പൊ എന്താ പറയുന്നത്? ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നേ? എന്താ പഠിപ്പിച്ചേക്കുന്നേ? എങ്ങനെ പറയുന്നേ? എങ്ങനെ? ഓക്കെ, നമ്മുടെ സൂസിക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പൊ സൂസി എന്ന് പറയുന്ന കുട്ടി മിടുക്കിയാണ്. പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരെയൊക്കെ സൂസി അറിയാവോ? ആരാ? ആര്? ഏതാണ് പറ? ഏതാണ്? അതാ മെറൂൺ. ഓടി വന്നേ. അറിയാവോ? അടുത്ത് വന്നേ. ഒരുമിച്ച് പഠിക്കുന്നേ? ഒന്നില്. സൂസി എത്രല്ല? രണ്ടില്. നിങ്ങൾ ഒരുമിച്ച് പഠിക്കൂ. തോറ്റോ? അസുരൂലും തോറ്റോ? നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളത് ഇവിടെ എല്ലാവരും നല്ലപോലെ പഠിക്കുന്ന വാസ്തവനോട് പറഞ്ഞേ. പഠിക്കുന്നതല്ലേ? തോറ്റോ? അസുരയിൽ തോറ്റോ? അങ്ങനെ ഒരാൾ കള്ളം പറയുന്നുണ്ട്. സൂസിയാണോ അസുരയിലാണോ? ആരാ? നീ വന്നേ. സൂസി, ഇവിടെ വന്നതിനാ? സൂസിയാണോ അസ്രേലിങ് വന്നേ? അങ്ങനെ ആയാ പറ്റത്തില്ല. സൂസിയാണോ വെള്ളം പറഞ്ഞേ? അസ്രേലി തോറ്റതാണോ ശരിക്കും? സൂസി, നമുക്കൊരു കാര്യം ചെയ്യാം. അസ്രേലിങ് വന്നേ. അസ്രേലെ ഓടി വന്നേ. നമുക്ക് അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു ആരാണോ കരയുന്നത് അവരായിരിക്കും കള്ളം പറഞ്ഞിട്ടുണ്ടാകുന്നത്. അസ്രേലിങ് നോക്കിക്ക്. ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. സൂസ്, കള്ളം പറയാൻ നല്ല ശീലമാണോ? പിന്നെ എന്തിനാ കള്ളം പറഞ്ഞ്? തമാശക്ക് കള്ളം പറയാൻ നല്ലതാണോ? അല്ല. അപ്പൊ അസരലിനോട് സോറി പറയണ്ടേ? അസരലിലേക്ക് വന്നേ. അസരലിൽ നല്ലൊരു ഗൈഡ് കൊടുത്തേ. സോറി പറഞ്ഞ നമ്മുടെ ബോട്ടിലെ ചാച്ചനോട്. സോറി പറയാനല്ലേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? സുസി, നീ കാണിച്ച ഭയങ്കര തെറ്റാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ശരിക്കും സോറി പറഞ്ഞേ. എല്ലാവരും മുന്നിൽ വെച്ച നമ്മുടെ അച്ചാച്ചനും കൂട്ടുകാരനെ കളയാൻ സോറി. സോറി പറഞ്ഞില്ലേ? അത് ശരി, അതിനുവേണ്ടിയാണ് ഈ സോറി പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ചോദിക്കണ്ടേ? ഇതിനാണോ സ്കൂളിൽ പോകുന്നേ? നമ്മുടെ സ്കൂളിൽ പോകുമ്പോൾ ഒരാൾ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആണോ? അങ്ങനെയാണോ? ആ, സൂസി നിങ്ങളെ പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ നല്ലൊരു സന്ദേശം നമ്മുടെ ഗോപിനും സൂസിയും കൂടെ നമുക്ക് പറഞ്ഞു തന്നല്ലേ? ക്ഷമിച്ചെന്ന് പറ. അപ്പൊ നല്ലൊരു കൈ. അപ്പൊ സൂസി നിങ്ങൾക്ക് വേണ്ടി നല്ല കഥകളും പാട്ടുകളെല്ലാമായിട്ട് മ്യൂസിക് അഥവാ ശാസ്ത്രീയ സംഗീതം. സാധകമല്ല, കൂട്ടുകാരില്ലതെ നോക്കിയിരിക്കുന്നു. പഠിക്കോ? ഇതാണോ ശാസ്ത്രീയ സംഗീതം? ഇതാണോ? ഇതോടെ കൂട്ടുകാർ പാടുമല്ലോ, ഒന്ന് പഠിക്കേ.
അയ്യോ എനിക്കിത് അറിയാം, ഇതിങ്ങനെ എന്താ ഓടണ്ടേ? പിന്നെ എങ്ങനെയാ? ഞാൻ ഓടിക്കരുത്, ശ്രദ്ധിച്ചോ. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് ബൂസ്റ്റ് കൊടുക്കാൻ എന്ന് പറയൂ. കുഞ്ഞിന് ബൂസ്റ്റ് അങ്ങനെയാണോ പാടിയത്? അവിടെ കേട്ടിട്ടില്ലേ? ബൂസ്റ്റ് is the secret of my energy. ഓ അതുകൊണ്ടാണോ? അപ്പം സൂസിക്ക് നല്ലൊരു കൈ കൊടുത്തേ. സൂസി ഇത് നല്ല പാട്ടല്ല വേണ്ടത്, നമ്മൾ പാടേണ്ട പാട്ട് നല്ല കൂട്ടുകാർക്ക് പാടാൻ പറ്റിയ നല്ല പാട്ടാണ് വേണ്ടത്. അപ്പൊ സൂസി ഒന്ന് പാടിക്കോട്ടെ. ഏത് പാട്ടുണ്ട്? സൂസി നല്ലൊരു പാട്ട്, ഏത് പാട്ടാ? ആ, എനിക്കറിയാം, വട്ടത്തിന്റെ. ആ സൂസി നല്ലൊരു പാട്ട് പാടാൻ പോണേ. എവിടെ മതി, സാധനം ചെയ്യണ്ടേ? കുഞ്ഞു വട്ടമേ, അമ്മ വട്ടമേ, ഉയരഞ്ഞൊട്ടയുടിനെ ആകാശന്തേ. കൈ കൊടുത്തേ. കഴിഞ്ഞോ? ആകാശം കാണുവാൻ പോവുകയാണു നീ, ആകാശക്കാഴ്ചകൾക്കെത്ര വഴിയോ, കരകത്തോടെന്നെ നോക്കും പൊന്നു ചങ്ങാതി, ആകാശം കാണുവാൻ പോവുകയല്ല ഞാൻ, ഉയരത്തിൽ വസിക്കാൻ യേശുവെ കാണാൻ, വെള്ളം കോരിക്കയായി പോവുകയാണ് ഞാൻ. ഞാൻ 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 സൂസ് സൂസ് സൂസ്. എന്തിനാ ഇത്ര റിസ്ക് പിടിച്ച് പാടുന്നത്? ഇങ്ങനെയുള്ള ഓട്ടൊക്കെ ഓടുമ്പോ ഇങ്ങനെ ഓടണം. ആ ഇത്ര കഷ്ടപ്പെട്ട് നീ നമ്മളെ ചോദിക്കോ, എനിക്ക് എത്ര വയസ്സായെന്ന് കല്യാണം ആലോചിക്കാനാണോ? അതിനാണോ? പിന്നെന്തിനാ? അമ്മയുടെ നോട്ടം ഇപ്പൊ ചോദിച്ചിട്ടുണ്ടായിരിക്കുമോ? ശരിക്കും അതിനാണോ? കല്യാണം ആലോചിക്കാനാണോ? ഓക്കെ, അപ്പൊ സൂസിക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. എന്റെ ഇടനായിരുന്നു, എനിക്ക് മുട്ടുണ്ടായിരുന്നില്ല. മുട്ട് മുട്ട് പോയിരുന്നോ? ഓക്കെ, നമ്മളെ കുട്ടികൾ നല്ലൊരു കൈഡി കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ സൂസിയെ പറഞ്ഞു വിടാൻ പോവുകയാണ്. പറഞ്ഞു വിട്ടേ. സൂസി മക്കൾ ഇങ്ങോട്ട് വന്നേക്ക്. അപ്പൊ സൂസിക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. പറഞ്ഞു വിടാം, പറഞ്ഞു വിടാം. ഇവിടെ സൂസി പോകത്തില്ലെന്ന്. ഒരു കാര്യം ചെയ്താലോ? പോണോ? ഒരു കാര്യം ചെയ്ത് ആദ്യം പാടി പാട്ട് പാടുമ്പോൾ സൂസി പതുക്കെ പൊക്കോളും. ഏത് പാട്ടായിരുന്നു? സൂസി 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 വാ. ആരെയും പാടല്ലേ? സൂസി സൂസി പോ പോ പോ. ഒന്ന് പാടിക്കേ. സൂസി പോ പോ. തുടങ്ങുന്നുണ്ടേ. ശരിക്കും നിങ്ങളൊന്ന് പാടിക്കുക. ആത്മാർത്ഥത്തോടെ പഠിച്ചേ, കണ്ണടച്ച് പഠിക്കുക. സൂസി പോ പോ പോ, സൂസി. തുടങ്ങുന്നുണ്ടേ, കണ്ണടച്ച് പാടി.